ഹലോ, ഇന്ന് ഒരു അടിപൊളി മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ അളവിൽ അയല വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണിത്. നല്ല എരിവുള്ള ഒരു 5 പച്ചമുളക് നെടുകെ കീറി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കഷ്ണം കുടംപുളി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു ചെറിയ സവാള കഷ്ണങ്ങളാക്കിയതാണ്. അതോടൊപ്പം തന്നെ ഒരു വലിയ തക്കാളിയും കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കറിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണം. ഇത് 1 കപ്പ് അളവിൽ തേങ്ങയുടെ 1/4 പാലാണ്. ഇത് 1.5 കപ്പ് അളവിൽ തേങ്ങയുടെ 2/2 പാലാണ്. ഈ കറി വെളിച്ചെണ്ണയിൽ തന്നെ വേണം തയ്യാറാക്കാൻ, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ചൂടായ മൺചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളി സോഫ്റ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങയുടെ 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ചൂടായിരിക്കുന്ന ഈ അരപ്പിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഈ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഈ കറി നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു പാത്രം വെച്ച് അടച്ചു കൊടുക്കാം. ഇപ്പോൾ മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിൻ്റെ മൂടി തുറന്നതിന് ശേഷം നമുക്ക് ഒന്നും കൂടി നമുക്കിതിനെ ഒന്ന് ചുറ്റിച്ച് യോജിപ്പിക്കാം. നന്നായിട്ട് കുറുകിയിരിക്കുന്ന ഈ കറിയിലേക്ക് ഈ സമയം നമുക്ക് തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. 1/4 പാൽ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. അതിനുശേഷം തിള വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കറിയിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ കടുകും 1/4 ടീസ്പൂൺ ഉലുവയുമാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം ഒരു 10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മൂത്തതിന് ശേഷം ചുവന്നുള്ളി ചേർത്ത് അതിനുശേഷം കറിവേപ്പിലയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചുവക്കെ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കുക. ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ രുചികരമായിട്ടുള്ള ഒരു മീൻ കറിയാണിത്. അയലയെന്നല്ല എല്ലാ മീനും ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെച്ചാൽ വളരെ രുചികരമാണ്.
നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.